വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളിയെ ഞെട്ടിച്ച ബാലൻ കെ നായർ. കഥാപാത്രങ്ങൾ അത് വില്ലനായാലും സ്വഭാവ നടനായാലും അദ്ദേഹത്തോളം തന്മയത്വത്തോടെ അവതരിപ്പിച്ചവർ വേറെയില്ല. ദേശീയ അവാർഡ് വരെ നേടിയ ബാലൻ കെ നായർ എന്ന പ്രതിഭയെക്കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ജാലകത്തിൽ. ബാലകൃഷ്ണൻ നായർ അഥവാ ബാലൻ കെ നായർ എന്ന പേര് മലയാള സിനിമയിൽ നിന്നും മലയാളികൾക്കിടയിൽ നിന്നും മറിഞ്ഞിട്ട് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. ഇടക്കുളം കരിനാട്ട് വീട്ടിൽ കുട്ടിരാമൻ നായരുടെയും ദേവകി അമ്മയുടെയും മകനായി 1933 ഏപ്രിൽ 4 തീയതിയാണ് ബാലൻ കെ നായർ കോഴിക്കോടിനടുത്തുള്ള ചേമഞ്ചേരിയിൽ ഭൂജാതനാവുന്നത്. ഏതാണ്ട് 300ഓളം സിനിമകളിൽ വലുതും ചെറുതുമായ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത ബാലൻ കെ നായർക്ക് ഭാരത് അവാർഡ് അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. 1970 എ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ബാലൻ കെ നായർ അരങ്ങേറ്റം കുറിച്ചത്. 2 തവണ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരവും ഭാരത് അവാർഡ് അടക്കം ഒട്ടനവധി ദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഒരുപക്ഷെ മലയാള സിനിമയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇത്രത്തോളം ഭയപ്പെടുത്തിയ ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത നടൻ ഉണ്ടാവുമോ എന്നത് സംശയം തന്നെയാണ്. മിക്ക വേഷങ്ങളിലും അദ്ദേഹം തൻ്റെതായ ഒരു ശൈലി കാഴ്ചവെക്കുകയുണ്ടായി. ജയൻ നസീർ കാലഘട്ടങ്ങളിൽ തുടങ്ങി അത് മമ്മൂട്ടി, മോഹൻലാൽ യുഗം വരെ നീണ്ടു നിൽക്കുകയുണ്ടായി. 2000 ഓഗസ്റ്റ് 26 തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒട്ടനവധി പ്രഗത്ഭ സംവിധായകർ, അതിലുപരി ഒട്ടനവധി പ്രഗത്ഭന്മാരായ പ്രശസ്തരായ എഴുത്തുകാർ, അവർ നൽകിയ കഥാപാത്രങ്ങൾ എല്ലാം ബാലൻ കെ നായരുടെ കയ്യിൽ ഭദ്രമായിരുന്നു. ആൾക്കൂട്ടത്തിൽ തനിയെ ആര്യൻ, ഈനാട്, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങി ആ ലിസ്റ്റ് നീളുകയാണ്. 1970 തുടങ്ങിയ തൻ്റെ സിനിമാ ജീവിതം അദ്ദേഹം അവസാനിക്കുന്നത് 2000 ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായി നമുക്ക് കരുതാവുന്നത് MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത കടവ് എന്ന ചിത്രത്തിലൂടെയാണ്. കഥാപാത്രങ്ങൾക്ക് താരതമ്യം ചെയ്യാനാകാത്ത വിധം വ്യക്തിത്വം നൽകിയ ബാലൻ കെ നായർ സിനിമാ ആരാധകർക്കിടയിൽ അനശ്വരനാണ്. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.